എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ചിറകുള്ള കൂട്ടുകാർ എന്ന യൂണിറ്റിന്റെ അവസാന ഭാഗത്ത് പക്ഷി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പസിൽ ഉണ്ടായിരുന്നു. പക്ഷി സങ്കേതങ്ങളുമായി ബന്ധപ്പെട്ട കുറെ വിവരങ്ങൾ പാഠപുസ്തകത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ അധിക വിവരങ്ങൾ ഈ പാഠത്തിന്റെ ടീച്ചർ ടെക്സ്റ്റിലും നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ടീച്ചർ ടെക്സ്റ്റിൽ നൽകിയ വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷികളുമായി ബന്ധപ്പെട്ട് നമുക്ക് GK-യിലും ചോദ്യങ്ങൾ വരാനുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ചോദ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് പേപ്പറും പേനയും വേണം നിങ്ങളുടെ കയ്യിൽ. ഓരോ ചോദ്യത്തിന്റെയും ഉത്തരം നിങ്ങൾ ആദ്യം രേഖപ്പെടുത്തണം. അതിനുശേഷം വീഡിയോ കണ്ട് ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യണം. അത്തരത്തിൽ 10 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എത്ര സ്കോറാണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ അവസാനം കമന്റ് ചെയ്യുകയും വേണം. ഓക്കെ, ക്ലാസ്സിലേക്ക് കടക്കാം. 1. പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞനായ ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഏത്? ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്നതായിരിക്കണം. കേരളത്തിലെ പക്ഷി സങ്കേതമായിരിക്കണം. ഏതാണ്? എല്ലാവരും പഠിച്ചിരിക്കുന്ന കാര്യമായിരിക്കും. മംഗളവനം, കടലുണ്ടി, തട്ടേക്കാട്, കുമരകം. ഈ 4 എണ്ണത്തിൽ ഏതാണ് ഡോക്ടർ സാലിം അലിയുടെ പേരിൽ അറിയപ്പെടുന്നത്? തട്ടേക്കാടാണ് അല്ലെ? ശരിയാണ്. ഡോക്ടർ സാലിം അലി പക്ഷി സങ്കേതം തട്ടേക്കാട് എന്നാണ് പൂർണ്ണ നാമം അല്ലെ? അപ്പൊ നമുക്ക് വേഗം തന്നെ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യം: തട്ടേക്കാട് പക്ഷി സങ്കേതത്തെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന വസ്തുതകൾ പരിശോധിക്കുക. അപ്പൊ തട്ടേക്കാട് പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് താഴെ നൽകിയിട്ടുള്ളത്. ഇവയിൽ ശരിയായ പ്രസ്താവനകൾ മാത്രമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ച് ശരിയാണോ തെറ്റാണോ എന്ന് രേഖപ്പെടുത്തിയിട്ട് അവസാനം അതൊക്കെ ക്രോഡീകരിച്ച് ഏത് ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രസ്താവന: കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണിത്. ശരിയാണോ? അതെ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തത്: കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതവും ഇതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ്? തട്ടേക്കാടാണോ? അതെ, തട്ടേക്കാട് തന്നെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം. അപ്പോൾ ഏറ്റവും ആദ്യത്തതും ഏറ്റവും വലുതും ഏത് തന്നെയാണ്? തട്ടേക്കാടാണ്. ഇനി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഇവിടെ പറയുന്നുണ്ട്. ശരിയാണോ? എറണാകുളം ജില്ലയിൽ തന്നെയാണോ? അതെ, എറണാകുളം ജില്ലയിലാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി നാലാമത്തെ പ്രസ്താവന: ഭാരതപ്പുഴ ഈ പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നു. ഒരു പുഴയെ പറ്റി പഠിച്ചിട്ടുണ്ടാകും. ഈ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത് അത് ഭാരതപ്പുഴയാണോ അല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആണെങ്കിൽ നമുക്ക് ശരിയിടാം, അല്ലെങ്കിൽ നമ്മൾ തെറ്റ് അടയാളപ്പെടുത്തണം. ഭാരതപ്പുഴയാണോ? ഭാരതപ്പുഴ അല്ല, തെറ്റായ പ്രസ്താവനയാണ്. ഏത് നദിയാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നത്? പെരിയാറാണ് അല്ലെ? അപ്പോൾ നമ്മൾ പെരിയാർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. അപ്പോൾ നമ്മൾ ശരിയായവയാണ് നമുക്ക് രേഖപ്പെടുത്തേണ്ടത്. ഏതൊക്കെയാണ് ശരി? 1, 2, 3 എന്നിവ മാത്രം ശരി എന്ന് പറയുന്ന പ്രസ്താവന ഓപ്ഷൻ ബി ആണ്. നമ്മളത് തിരഞ്ഞെടുത്തു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കുമരകം പക്ഷി സങ്കേതത്തെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന വസ്തുതകൾ പരിശോധിക്കുക. അപ്പൊ അടുത്തത് ഏത് പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ടാണ്? ഇതൊക്കെ ടീച്ചർ ടെക്സ്റ്റിലുള്ളതാണ്. പുറത്തു നിന്ന് എവിടെ നിന്നും എടുത്ത ചോദ്യങ്ങളല്ല. ഈ വിവരങ്ങളൊക്കെ ടീച്ചർ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസ് ആയി തരുന്നത് നമുക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായത് എന്ന് പരിശോധിക്കാം. കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയം. ശരിയായ പ്രസ്താവനയാണ്. വേമ്പനാട് കായലിന്റെ തീരത്താണ് ഈ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വേമ്പനാട് കായലിന്റെ തീരത്താണോ കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്? അതെ, അതും ശരിയായ പ്രസ്താവനയാണ്. വേമ്പനാട് പക്ഷി സങ്കേതം എന്നും ഇതറിയപ്പെടുന്നു. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് പേരിലും നമ്മുടെ കുമരകം പക്ഷി സങ്കേതം അറിയപ്പെടുന്നുണ്ട്? വേമ്പനാട് പക്ഷി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു. ശരിയായ പ്രസ്താവന. ആൽഫ്രഡ് ജോർജ് ബേക്കർ ആണ് ഈ കുമരകം പക്ഷി സങ്കേതം സ്ഥാപിച്ചത്. അത് ശരിയാണോ? അതെ, ഇതും ഞാൻ പറഞ്ഞതുപോലെ തന്നെ
ടീച്ചർ ടെക്സ്റ്റിൽ ഈ മൂന്നാമത്തെ യൂണിറ്റിന്റെ ടീച്ചർ ടെക്സ്റ്റിൽ നൽകിയ കാര്യമാണ്, ശരിയായ പ്രസ്താവനയാണ്. ആൽഫ്രഡ് ജോർജ് ബേക്കർ ആണ് കുമരകം പക്ഷി സങ്കേതത്തെ സ്ഥാപിച്ചത്. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് എന്തായിരുന്നു? ശരിയായവയാണ്. ഏതൊക്കെയാണ് ശരി? 1, 2, 3, 4 എന്നിവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. ചൂലന്നൂർ പക്ഷി സങ്കേതത്തെ സംബന്ധിക്കുന്ന താഴെ പറയുന്ന വസ്തുതകൾ പരിശോധിക്കുക. ഇത്തരത്തിൽ വസ്തുതകളായി കൊടുത്തത് നമുക്ക് ഓരോ പക്ഷി സങ്കേതത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട വിവരങ്ങളൊക്കെ ഓരോ പോയിന്റിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാ പോയിന്റുകളും ഇതിൽ നിങ്ങൾ ആദ്യം കാണുന്നത് ശരിയായിരിക്കില്ല, തെറ്റായ പ്രസ്താവനകളും ഉണ്ട്. അപ്പോൾ ക്ലാസ് കണ്ടു കഴിഞ്ഞാലാണ് ഏതൊക്കെയാണ് ശരി ഏതൊക്കെയാണ് തെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുക. അതുകൊണ്ട് ക്ലാസ് കൃത്യമായി മനസ്സിലാക്കി കാണുക. അല്ലാതെ ഈ പോയിന്റുകൾ മാത്രം നോക്കിയാൽ തെറ്റായ പോയിന്റുകളും ഇതിൽ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ചൂലന്നൂരുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഓരോന്നായി പരിശോധിക്കാം. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം അല്ല. ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ ആണോ? ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണേ. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിൽ. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം. ശരിയായ പ്രസ്താവനയാണ്. കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രം ഏതാണ്? ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നും ഇതറിയപ്പെടുന്നു. അപ്പോൾ സാലിം അലിയുടെ പേരിൽ ഏത് പക്ഷി സങ്കേതമായിരുന്നു അറിയപ്പെട്ടത്? തട്ടേക്കാട് പക്ഷി സങ്കേതമായിരുന്നു. അതേപോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള പക്ഷി നിരീക്ഷകനായ KK നീലകണ്ഠൻ, അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് ഏത് പക്ഷി സങ്കേതമാണ്? ചൂലന്നൂർ. അപ്പോൾ KK നീലകണ്ഠൻ മെമ്മോറിയൽ മയിൽ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഏത് തന്നെയാണ്? ചൂലന്നൂർ പക്ഷി സങ്കേതമാണ്. ശരിയായ പ്രസ്താവന. അപ്പൊ 3 പ്രസ്താവനകൾ നമ്മൾ പരിശോധിച്ചു. നമുക്ക് ശരിയായവയാണ് വേണ്ടത്. 2ഉം 3ഉമാണ് ശരിയായത്. അപ്പോൾ 2ഉം 3ഉം 2, 3 എന്നിവ മാത്രം എന്ന ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, 5ാമത്തെ ചോദ്യം. മംഗളവനം പക്ഷി സങ്കേതത്തെ സംബന്ധിക്കുന്ന പ്രസ്താവനകളാണ് താഴെ നൽകിയിട്ടുള്ളത്. അപ്പൊ അവയൊക്കെ നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് എന്ത് കണ്ടെത്തണം? ശരിയായ പ്രസ്താവന. 1, കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണിത്. ഇത് തെറ്റായ പ്രസ്താവനയാണെന്ന് നമുക്കറിയാം. ഏറ്റവും വലുത് ഏതാണെന്നാണ് നമ്മൾ പഠിച്ചത്? തട്ടേക്കാടാണ്. പക്ഷേ വലുപ്പത്തിന്റെ കാര്യത്തിൽ മംഗളവനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഏറ്റവും വലുതായിരുന്നില്ല, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ് ഇത് മംഗളവനം. ഏറ്റവും വലുതല്ല, ചെറിയ പക്ഷി സങ്കേതമാണ് മംഗളവനം. ഓക്കെ അല്ലേ? അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ 1ാമത്തെ പ്രസ്താവന തെറ്റായിരുന്നു. ഇത് എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിയാണ്, എറണാകുളം ജില്ല. ഓക്കെ. കൊച്ചിയുടെ ശ്വാസകോശം എന്ന് ഈ പക്ഷി സങ്കേതം അറിയപ്പെടുന്നു. ഇതും വളരെ ശരിയായ പ്രസ്താവനയാണ്. സാധാരണ പക്ഷി സങ്കേതങ്ങളെ പോലെയല്ല ഈ മംഗളവനം കൊച്ചി നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ശ്വാസകോശം എന്ന് ഉദ്ദേശിക്കാൻ കാരണം എന്താണ്? ഈ ശുദ്ധവായു നൽകുന്നത് കൊണ്ടാണ് അല്ലെ. മരങ്ങൾ നമുക്കറിയാം ആ വായുവിനെ ശുദ്ധീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊച്ചി നഗരത്തിന്റെ ആ നടുവിൽ തന്നെ ആയതുകൊണ്ട് തന്നെ ആ നഗരത്തിനെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് ശുദ്ധവായു നൽകുന്ന ശുദ്ധവായുവൊക്കെ നൽകുന്ന അവയവം ഏതാണ്? ശ്വാസകോശമാണ്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വിളിപ്പേര് വന്നത്. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനം പക്ഷി സങ്കേതമാണ്. ശരിയായ പ്രസ്താവന നമ്മൾ ശരിയിട്ടു. അപ്പൊ ഏതൊക്കെയാണ് ശരി? 2, 3 എന്നിവ മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ. ഓക്കെ അല്ലേ? അപ്പോൾ അത് 2ഉം നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. കടലുണ്ടി പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അല്ലെ. അപ്പോൾ ഓരോ പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഓരോന്നും നൽകിയത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ശരിയായ പ്രസ്താവനകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ പഠിക്കാനുണ്ട്. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നമുക്ക് പഠിക്കാനുണ്ട്. ശരിയായ പ്രസ്താവന. കടലുണ്ടിപ്പുഴ അറബിക്കടലിൽ ചേരുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായി പരന്നു കിടക്കുന്നു. എല്ലാം ശരിയായ കാര്യമാണ് പറഞ്ഞത്. കടലുണ്ടിപ്പുഴ അറബിക്കടൽ ചേരുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളിലായിട്ട് അല്ലെ, നമ്മൾ ചെറിയ ദ്വീപ് പോലെ ചെറിയ തുരുത്തുകളിലായിട്ട് കുറെ തുരുത്തുകളിലായിട്ട് പരന്നു കിടക്കുന്ന പക്ഷി സങ്കേതമാണ് ഏത്? കടലുണ്ടി പക്ഷി സങ്കേതം. അത് അറിയപ്പെടുന്നത് കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നാണ്. അപ്പോൾ ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്?
കടലുണ്ടി പക്ഷി സങ്കേതമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവനകൾ? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് അല്ലേ? ഓക്കെയാണ്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 7ാമത്തെ ചോദ്യം ഏത് പക്ഷി സങ്കേതവുമായി ബന്ധപ്പെട്ടതാണ്? പക്ഷിപ്പാതാളമാണ് അല്ലെ. പക്ഷിപ്പാതാളവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ ചോദിച്ചത് എന്താണ്? ശരിയായതല്ല, തെറ്റായ പ്രസ്താവനകളാണ്. നോക്കാം. ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ 2 കാര്യങ്ങൾ. ഒന്ന്, വയനാട് ജില്ലയിലാണെന്ന് പഠിച്ചു. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ആ പോയിന്റ് ശരിയായ പോയിന്റാണ്. നമ്മളവിടെ ശരിയിട്ടു. ചിത്രകൂടൻ പക്ഷികളെ ധാരാളമായി ഇവിടെ കാണാൻ സാധിക്കും. ഈ പക്ഷിപ്പാതാളത്തില് പ്രത്യേകമായിട്ട് കാണാൻ സാധിക്കുന്ന പക്ഷികളാണ് ചിത്രകൂടൻ പക്ഷികൾ. അതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവിടെ ശരിയിട്ടു. ഇത് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണോ? വലുതല്ലേ. നമുക്കറിയാം, തട്ടേക്കാടാണ്. തെറ്റായ പ്രസ്താവനയാണ്. അപ്പൊ നമ്മളിവിടെ തിരഞ്ഞെടുക്കേണ്ടത് തെറ്റായ പ്രസ്താവന മാത്രമായിരുന്നു. ഏതാണ് തെറ്റായത്? 3 മാത്രമാണ്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ അല്ലേ? 8ാമത്തെ ചോദ്യം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? അപ്പോൾ ഏതാനും പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. ശരിയായവയാണ്. മുൻപ് നമ്മൾ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും വായിച്ചു നോക്കാം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. ആദ്യത്തേത് ഏതാണ്? തട്ടേക്കാടാണ്. ശരിയായ പ്രസ്താവന. വേമ്പനാട് കായലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് കുമരകം. അതും ശരിയാണ്. വേമ്പനാട് കായലിന്റെ തീരത്താണ്. ഓക്കെ. 3ാമത്തേത് കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ്? മംഗളവനമാണ്. ശരി. കേരളത്തിന്റെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് പക്ഷിപ്പാതാളം. ഇത് ശരിയാണോ? അല്ല, തെറ്റായ പ്രസ്താവനയാണ് അല്ലെ. ചൂലന്നൂരാണ് ഏക മയിൽ സംരക്ഷണ കേന്ദ്രം. ഇത് തെറ്റായ പ്രസ്താവന. നമ്മൾ കണ്ടെത്തേണ്ടത് ഏതാണ്? ശരിയായവ 1, 2, 3 എന്നിവയാണ് ശരി. ഓപ്ഷൻ ബി ആണ് നമുക്ക് വേണ്ടത്. അടുത്ത ചോദ്യം 9. താഴെ പറയുന്ന ജോഡികളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. ഇവിടെയും ഏതാനും വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ശരിയായത് കണ്ടെത്തണം. തട്ടേക്കാട് പക്ഷി സങ്കേതം കോട്ടയം ആണോ? അല്ല, എറണാകുളമാണ്. പഠിച്ചതാണ്. കുമരകം പക്ഷി സങ്കേതം അത് വേമ്പനാട് കായൽ തീരത്താണ്. ശരിയായ പ്രസ്താവന. കടലുണ്ടി പക്ഷി സങ്കേതം എവിടെയാണ്? മലപ്പുറമായിരുന്നു അല്ലെ. തെറ്റാണ്. എയും തെറ്റാണ്, സിയും തെറ്റാണ്. മംഗളവനം എവിടെയാണ്? മലപ്പുറമാണോ? അല്ല, എറണാകുളമാണ്. അതും തെറ്റായ പ്രസ്താവന. ഇവിടെ ശരിയായ ജോഡി ഏതാണ്? കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് കായൽ തീരമാണ് ശരി. 10ാമത്തെ ചോദ്യം പുതിയൊരു പാറ്റേണിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ പക്ഷി സങ്കേതങ്ങളുടെ പേരുകളും നൽകിയിട്ടുണ്ട്. കുറച്ച് സവിശേഷതകളും നൽകിയിട്ടുണ്ട്. അവയെ നമ്മൾ ബന്ധപ്പെടുത്തി യോജിപ്പിച്ചിട്ട് എഴുതുകയാണ് വേണ്ടത്. ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. ഏതൊക്കെ പക്ഷി സങ്കേതങ്ങളാണ്? പക്ഷിപ്പാതാളം, ചൂലന്നൂർ, കടലുണ്ടി, മംഗളവനം. ഈ സവിശേഷതകൾ എന്തൊക്കെയാണ്? മയിൽ സംരക്ഷണ കേന്ദ്രം, ചിത്രകൂടൻ പക്ഷികൾ, ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം, ദേശാടന പക്ഷികളുടെ പർദീസ. അപ്പൊ ഇതിൽ ഓരോന്ന് ഏതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമ്മൾ പരിശോധിക്കണം. എന്നിട്ട് അതിന്റെ നമ്പറും ആ സവിശേഷതയുടെ ഇംഗ്ലീഷ് അക്ഷരവും തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ട് താഴെയുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യണം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പക്ഷിപ്പാതാളം ഇതിലേതാണ്? മയിൽ സംരക്ഷണ കേന്ദ്രമാണോ? അല്ല. ചിത്രകൂടൻ പക്ഷികൾ? അതെ. ചിത്രകൂടൻ പക്ഷികളുള്ളത് എവിടെയാണെന്നാണ് നമ്മൾ പഠിച്ചത്? വയനാട്ടിലെ ബ്രഹ്മഗിരി കുന്നുകളിലുള്ള പക്ഷിപ്പാതാളത്തിലാണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 1ന്റെ ജോഡി ഏതാണ്? 1ന്റെ ജോഡി ബി ആണ്. 1 ബി. 2ാമത്തേത് ചൂലന്നൂരാണ്. ചൂലന്നൂർ ഏതായിരുന്നു? ഇവിടെ വരുന്ന മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ 2ന്റേത് ഏതാണ്? എ ആണ്. 3 കടലുണ്ടിയാണ്. കടലുണ്ടിയെ പറ്റി നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ദേശാടന പക്ഷികളുടെ പർദീസ എന്നറിയപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ 3 ഡി ആണ് കടലുണ്ടി. അവസാനത്തത് മംഗളവനം. ഇനി ബാക്കിയുള്ളത് ഏതാണ്? മംഗളവനം ഏറ്റവും ചെറിയ പക്ഷി സങ്കേതമാണ്. അതാണ് അതിന്റെ ജോഡി. 4 സി. അപ്പോ 1 ബി, 2 എ, 3 ഡി, 4 സി എന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ എ ആണ്. 1 ബി, 2 എ, 3 ഡി, 4 സി. ഇത്തരത്തിൽ വേണം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നാൽ നമ്മൾ തിരഞ്ഞെടുക്കാൻ. ഓക്കെ അല്ലേ? അപ്പോൾ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയത്. നിങ്ങൾക്ക് എത്ര സ്കോറാണ് കിട്ടിയത് എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ.